ഹലോ നമസ്കാരം. നമ്മളെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. അങ്ങനെ അലീനയും സ്റ്റാലിൻ ജോസഫും ഭക്ഷണം കഴിക്കാനിരുന്നു കേട്ടോ. സ്റ്റാലിൻ ആകട്ടെ സ്പൂണും ഫോർക്കും നൈഫും ഉപയോഗിച്ചിട്ടാട്ടോ ഫുഡ് കഴിക്കുന്നത്. അതേപോലെ അലീനയും കഴിക്കണം നിർബന്ധമായിരുന്നു സ്റ്റാലിന്. അങ്ങനെ അലീന കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു ചിക്കൻ പീസ് താഴെ വീണു കേട്ടോ. അതെടുക്കാൻ പോകുന്ന സമയത്ത് സ്റ്റാലിൻ പറയുന്നുണ്ട് അതെടുക്കാൻ പാടില്ല, വേറെ എടുത്താൽ മതി എന്ന് പറയാണ്. അങ്ങനെ അലീന അത് ധിക്കരിച്ചുകൊണ്ട് സ്റ്റാലിൻ കാണാണ്ട് ആ പീസ് തന്നെ എടുത്തു കേട്ടോ. എന്നിട്ട് അലീന കഴിക്കുക കേട്ടോ. കഴിക്കുന്ന സമയത്ത് അലീന പറയുന്നുണ്ട് വാവ് എന്താ ഒരു ടേസ്റ്റ് എന്നൊക്കെ പറയാം കേട്ടോ. അന്നേരം സ്റ്റാലിൻ പറയുന്നുണ്ട് ഞാൻ പറഞ്ഞില്ലേ അത് എടുക്കാൻ പാടില്ല എന്ന്, പിന്നെ എന്തിനാ എടുത്തതെന്ന് പറയാണ്. അന്നേരം അലീന പറയുന്നുണ്ട് അത് നല്ല പീസല്ലേ, പിന്നെ എന്താ എടുക്കുന്നതിന് പ്രശ്നം എന്ന് പറയാണ്. സ്റ്റാലിൻ എന്നിട്ട് ദേഷ്യത്തോടെ പറയുന്നുണ്ട് ടേബിൾ മാനേഴ്സ് വേണമെന്ന്. അന്നേരം അലീന പറയുന്നുണ്ട് എനിക്ക് 7 വയസ്സുള്ളപ്പോൾ എനിക്കൊരു ചിക്കൻ പീസ് കിട്ടി, അത് കഴിക്കുന്ന സമയത്ത് താഴെ വീണു, അത് എടുത്ത് ഊതിക്കളഞ്ഞ് ഞാൻ കഴിച്ചു. ഒരു കല്യാണ പാർട്ടി മിച്ചം വന്ന ബിരിയാണി ഓർഫണേജിൽ കൊണ്ടുവന്ന് തന്നതായിരുന്നു, അന്നാണ് ഞാൻ ആദ്യമായിട്ട് ബിരിയാണി കഴിച്ചതെന്ന് പറയാണ്. ആ സമയത്ത് പൗലോസും ആൻഡപ്പനും അവിടെ തന്നെ ഉണ്ട് കേട്ടോ, തമ്മിൽ നോക്കുന്നുണ്ട്. എന്നിട്ട് സ്റ്റാലിൻ പറയുന്നുണ്ട് നിങ്ങൾ എന്ത് കണ്ടുകൊണ്ട് നിൽക്കുക, നിങ്ങൾക്ക് അവിടെ പണിയൊന്നും ഇല്ലേന്ന് പറഞ്ഞിട്ട് അവരെ അടുക്കളയിലേക്ക് പറഞ്ഞേക്കുക കേട്ടോ. എന്നിട്ട് അലീന പറയുന്നുണ്ട് ഇങ്ങനെ ഒരു ചിക്കൻ പീസിന് വേണ്ടിയിട്ട് എത്ര അനാഥാലയങ്ങളിലെ കുട്ടികളാ കാത്തിരിക്കുന്നതെന്ന് പറയാണ്. അന്നേരം സ്റ്റാലിൻ പറയുന്നുണ്ട് അലീന സ്റ്റോപ്പ് ഇറ്റ്, മതി കഴിക്കുകയെന്ന് പറഞ്ഞിട്ട് അങ്ങനെ കഴിക്കുക കേട്ടോ. ആ സമയത്ത് അലീനയെ ഒരു സഹതാപത്തോടു കൂടി അലീനയെ നോക്കിക്കൊണ്ടിരിക്കുക കേട്ടോ. പിന്നെ കാണിക്കുന്നത് ബാലചന്ദ്രനാട്ടോ. ബാലചന്ദ്രൻ അവിടെ ഹോട്ടലിൽ റൂം എടുത്തിട്ട് ഇരിക്കുന്നുണ്ട്. ആ സമയത്ത് അലീനയെ ഫോൺ വിളിക്കുക കേട്ടോ. അലീനയാണെങ്കിൽ ഫ്രഷ് ആയിട്ട് വരുന്ന സമയമായിരുന്നു. അങ്ങനെ അലീനയോട് ചോദിക്കുന്നുണ്ട് നീ ഉറങ്ങിയോടെന്ന് ചോദിക്കുകയാണ്. അന്നേരം അലീന പറയുന്നുണ്ട് ഇല്ല, ഉറക്കം വരാണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നുകൊണ്ടിരിക്കുകയാണ് പറയാണ്. അന്നേരം ബാലചന്ദ്രൻ ചോദിക്കുന്നുണ്ട് അതെന്താടി അവിടെ എന്തെങ്കിലും അസൗകര്യങ്ങൾ മറ്റോ ഉണ്ടോ എന്ന് ചോദിക്കുകയാണ്. അന്നേരം അലീന പറയുന്നുണ്ട് അസൗകര്യമൊന്നുമില്ല, സൗകര്യം കൂടിപ്പോയത് തന്നെയാണെന്ന് തോന്നുന്നു, ഇവിടെ ആട്ടയെ പിടിച്ച് മെത്തയൊക്കെ എടുത്തിയ എങ്ങനെയുണ്ടാവും എന്നൊക്കെ പറയാട്ടോ അലീന. അന്നേരം ബാലചന്ദ്രൻ പറയുന്നുണ്ട് അതൊക്കെ ശരിയാവും, ആദ്യത്തെ ദിവസമായതുകൊണ്ടല്ലേ, എല്ലാവരും ആയിട്ട് ഒന്ന് പരിചയപ്പെട്ട് വരുമ്പോൾ എല്ലാം ശരിയായിക്കോളും, അല്ലാണ്ട് വേറെ പ്രശ്നങ്ങളും ഒന്നും ഇല്ലല്ലോ, വേറെ പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നോട് പറയാൻ ഒരിക്കലും മടിക്കരുതെന്ന് പറയാണ്. അന്നേരം അലീന പറയുന്നുണ്ട് എന്നെ ഇവിടെ കൊണ്ടുവരേണ്ട കാര്യം ഉണ്ടായിരുന്നോ, ഇത് എൻ്റെ സ്ഥലമല്ല എന്നൊരു തോന്നൽ എനിക്ക് തോന്നുക, അച്ഛന് തെറ്റു പറ്റിയിട്ടൊന്നും ഇല്ലല്ലോ എന്ന് ചോദിക്കുകയാണ്. അന്നേരം ബാലചന്ദ്രൻ പറയുന്നുണ്ട് അതെന്താ മോളെ അങ്ങനെ ചോദിച്ചതെന്ന് പറയാണ്. അന്നേരം അലീന പറയുന്നുണ്ട് എനിക്ക് എന്തോ പോലെ തോന്നുവാന്ന് പറയാണ്. അന്നേരം ബാലചന്ദ്രൻ പറയുന്നുണ്ട് എന്തെങ്കിലും അസൗകര്യങ്ങൾ അവിടെ ഉണ്ടെങ്കിൽ എന്നെ അപ്പം തന്നെ വിളിച്ച് പറയണം, ആരെങ്കിലും മോശമായിട്ട് പെരുമാറുന്നുണ്ടെങ്കിൽ അപ്പം തന്നെ എന്നെ വിളിക്കണം, ഞാൻ ഇവിടെ തന്നെ ഉണ്ടാവും എന്ന് പറയാണ്. എന്നിട്ട് അലീന ചോദിക്കുന്നുണ്ട് അച്ഛൻ ഭക്ഷണമൊക്കെ കഴിച്ചോ എന്ന് പറയാണ്. അന്നേരം ബാലചന്ദ്രൻ പറയുന്നുണ്ട് ഞാനിവിടെ ഒരു ഹോട്ടലിൽ റൂം എടുത്തിട്ടുണ്ട്, നാളെ രാവിലെ പോകുന്നു പറയാണ്. എന്നിട്ട് അലീന പറയുന്നുണ്ട് കറക്റ്റായിട്ട് മരുന്നൊക്കെ കഴിക്കണേ അച്ഛാ, ടെൻഷനൊന്നും വേണ്ട എന്നൊക്കെ പറയാട്ടോ. അന്നേരം ബാലചന്ദ്രൻ പറയുന്നുണ്ട് അതത്രേ ഉള്ളൂ, എന്നാൽ വെച്ചോ മോളെ ഗുഡ് നൈറ്റും പറഞ്ഞിട്ട് അങ്ങനെ ഫോൺ വെക്കുക കേട്ടോ. പിന്നെ കാണിക്കുന്നത് മനുവിനെ ആട്ടോ. മനു കടപ്പാട്ട് ഒരു വീട്ടിൽ നിന്ന് കൊല്ലപ്പള്ളി വീട്ടിലേക്ക് വരുന്ന സീനാട്ടോ കാണിക്കുന്നത്. അങ്ങനെ കാർ നിർത്തിയതും അലീനയുടെ ഓർമ്മകളിലേക്ക് പോവുകയാണ്. ആദ്യം തന്നെ ഫോൺ എടുത്തിട്ട് അലീനയുടെ ഫോൺ നമ്പർ എടുത്തിട്ട് നെഞ്ചത്തോട് ചേർത്ത് പിടിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് കഴിഞ്ഞ സംഭവങ്ങളൊക്കെ ആദ്യം കണ്ട നാൾ മുതലുള്ള സംഭവങ്ങളൊക്കെ ഓർത്തുകൊണ്ടിരിക്കുക കേട്ടോ മനു. അങ്ങനെ കാറിൽ നിന്ന് ഇറങ്ങിയതും കോളിമെല്ലടിച്ചതും കമലയാട്ടോ വാതിൽ തുറക്കാൻ വേണ്ടിയിട്ട് വന്നത്. എന്നിട്ട് ചോദിക്കുകയാണ് വൈജ കടപ്പാട്ടൂർ തന്നെ നിന്നല്ലേ എന്ന് ചോദിക്കുകയാണ്. എന്നിട്ട് മനു ചോദിക്കുന്നുണ്ട് വൈജാൻറ്റീനെ കൊണ്ടുവിടാനല്ലേ ഞാൻ ഇവിടുന്ന് പോയേ, പിന്നെ എന്തിനാ ഇങ്ങനത്തെ ഒരു ചോദ്യം എന്ന് പറയാണ്. അന്നേരം കമല പറയുന്നുണ്ട് അപ്പോൾ കടപ്പാട്ടൂർ വീട്ടിൽ നിന്ന് അതിനെ ശരിക്കും പോയല്ലേ, എൻ്റെ വായിൽ നിന്ന് കേട്ടാലേ എനിക്ക് സമാധാനമാവും എന്ന് പറയാണ്. അന്നേരം മനു പറയുന്നുണ്ട് ഒന്ന് പോയി അമ്മയെന്ന് പറഞ്ഞിട്ട് അകത്തേക്ക് കയറി പോവുക കേട്ടോ. കൂടെ കമലയും കയറി പോകുന്നുണ്ട്. എന്നിട്ട് അകത്ത് ചെന്നിട്ട് പിന്നെയും കമല ചോദിക്കുക കേട്ടോ അവൾ പോയി എന്നുള്ളത് ശരിയല്ലേ എന്ന് ചോദിക്കുകയാണ്. അന്നേരം ഡൈനിങ് ടേബിളിൽ ഗംഗേട്ടനും ശിവേട്ടനും ഇരിപ്പുണ്ട് കേട്ടോ. എന്നിട്ട് ഹരി പറയുന്നുണ്ട് അച്ഛനും വെളിച്ചനും ഉറങ്ങിയില്ലായിരുന്നോ എന്ന് ചോദിക്കുകയാണ്. വൈജയന്തിയെ കൊണ്ടുവിട്ടോ, അലീനയെ കൊണ്ടുവിട്ടിട്ട് ബാലചന്ദ്രൻ അവിടെ എത്തിയോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അന്നേരം മനു പറയുന്നുണ്ട് വൈജാൻറ്റി ശത്രുവിനെ ഓടിച്ച് സന്തോഷത്തിലാണ്, അമ്മയും പേടിക്കേണ്ട, വൈജാൻറ്റി എന്തായാലും ഇങ്ങോട്ട് വരത്തില്ല എന്ന് പറയാണ്. അന്നേരം കമല പറയുന്നുണ്ട് വൈജ ഇവിടെ വന്നില്ല, ഞാൻ എന്തെങ്കിലും എപ്പോഴെങ്കിലും ആരോടെങ്കിലും പരാതി പറഞ്ഞിട്ടുണ്ടോ, ശിവേട്ടൻ ഉണ്ടെങ്കിൽ പറയട്ടെ എന്നൊക്കെ പറയാം കേട്ടോ. അന്നേരം ശിവേട്ടൻ പറയുന്നുണ്ട് നീ ഒന്നും മിണ്ടാതിരിക്കുക കമലെ, ഞാൻ സത്യങ്ങളെല്ലാം എന്താണെന്ന് പറയണേ എല്ലാവരോടും കൂടി എന്ന് പറയാണ്. അന്നേരം കമല മിണ്ടാതിരിക്കുന്നുണ്ട് കേട്ടോ. അവിടെ ചെന്നപ്പോൾ അലീനയുടെ സാധനങ്ങളൊക്കെ ബാക്കിയുണ്ടോ എന്ന് അന്വേഷിക്കലായിരുന്നു വൈജയന്തിയുടെ പണിയെന്ന് പറയാണ്.
വൈജാൻറ്റിയെ പോലുള്ള ഒരു നെഗറ്റിവിറ്റി ക്രിയേറ്റ് ചെയ്യുന്ന ഒരാളെ ഇനി ഈ ജന്മത്തിൽ കാണാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്ന് പറയാണ്. അമ്മയും വൈജാൻറ്റിയും ഒരച്ചിലിട്ട വാർത്ത പോലെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളതെന്ന് പറയാണ്. എന്നിട്ട് കമല പറയുന്നുണ്ട്, അലീനയുടെ കാലത്തിൽ ഞാൻ വൈജയന്തിയുടെ കൂടെ തന്നെ അന്നും എന്നും ഞാൻ വൈജയന്തിനെ സപ്പോർട്ട് ചെയ്തിട്ടേ ഉള്ളൂ എന്ന് പറയാണ്. ചില ആൾക്കാരെ പോലെ പെങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ പോയിട്ട് അലീനയുടെ കണ്ണീര് കണ്ടിട്ട് പെങ്ങളെ ഉപേക്ഷിച്ച പോലെയല്ല ഞാൻ എന്ന് പറഞ്ഞിട്ട് ഗംഗേട്ടനെയും ശിവേട്ടനെയും കുറ്റപ്പെടുത്തുക കേട്ടോ കമല. എന്നിട്ട് ശിവൻ പറയുന്നുണ്ട്, നിനക്ക് എന്തെങ്കിലും അറിയോ, എന്തെങ്കിലും അറിഞ്ഞിട്ടാണോ ഇങ്ങനെ പറയുന്നത്, അറിയില്ലെങ്കിൽ നമ്മൾ പറയുന്നത് കേട്ട് അവിടെ മിണ്ടാണ്ടിരുന്നോ എന്നൊക്കെ പറയാം കേട്ടോ. അന്നേരം കമല പറയുന്നുണ്ട്, എൻ്റെ ഹരിയെ കണ്ണും കലാശവും കാണിച്ച് വളയ്ക്കാൻ നോക്കിയപ്പോൾ നടക്കാതിരുന്ന സമയത്താണ് ഈ പീഡന കേസിൽ അവൾ കുടുക്കിയെന്ന് പറയാണ്. എന്നിട്ട് മനു കമലയുടെ അടുത്തേക്ക് പോകുക കേട്ടോ ദേഷ്യത്തോടെ. എന്നിട്ട് പറയാണ്, അമ്മയെ എങ്ങനെ ഈ പ്രോഗ്രാം ചെയ്ത് വിട്ടു എന്ന് എനിക്ക് പോലും അറിയത്തില്ല, എങ്ങനെ ഈ പ്രോസസ്സ്, എങ്ങനെ ഈ പരിപാടി എന്നൊക്കെ ചോദിക്കുക കേട്ടോ. കമല പറയുന്നുണ്ട്, ഞങ്ങൾ അവളെ പറയുന്ന കുറ്റം കേട്ട് നിൽക്കാതെ നമ്മളെ ഇങ്ങനെ കുറ്റപ്പെടുത്തിക്കൊണ്ട് നടന്നോ നീ, ഞാനിതൊക്കെ ഓർത്ത് വെച്ചോളാം എന്ന് പറയാണ്. അന്നേരം മനു പറയുന്നുണ്ട്, ഞാനെന്താ നിങ്ങളെപ്പോലെയാണോ എന്ന് ചോദിക്കുകയാണ്. അന്നേരം കമല പറയുന്നുണ്ട്, പിന്നല്ലാണ്ട് ഒരു നന്മയുടെ നിറകൂടം എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക കേട്ടോ കമല. ആ സമയത്ത് ശിവൻ പറയുന്നുണ്ട്, ഒന്ന് രണ്ടാളും മിണ്ടാതിരിക്കുമോ കമലെ, നിനക്ക് എന്തെങ്കിലും അറിയണമെങ്കിൽ മിണ്ടാതെ നമ്മൾ പറയുന്നത് കേട്ടോണ്ട് ഇവിടെ ഇരുന്നോ എന്ന് പറയാണ്. എന്നിട്ട് ശിവൻ ചോദിക്കുന്നുണ്ട്, അലീന എവിടെയുണ്ട്, ഹാപ്പിയാണോ അവിടെ എന്നൊക്കെ ചോദിക്കുക കേട്ടോ. അന്നേരം മനു പറയുന്നുണ്ട്, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല, അങ്ങനെ പ്രശ്നങ്ങൾ ഉള്ളിടത്ത് ബാലേന്ദ്രൻ ഞങ്ങൾ അവളെ കൊണ്ടുപോകത്തില്ല എന്നൊക്കെ പറയാം കേട്ടോ. ഇവിടുത്തെ ആൾ സന്തോഷത്തോടെ അലിനയെ ഏറ്റെടുത്തോളാം എന്ന് പറഞ്ഞിട്ടാണ് ബാലചന്ദ്രൻ ഞങ്ങൾ അവിടെ കൊണ്ടുവിട്ടതെന്ന് പറയാണ്. അന്നേരം കമല പറയുന്നുണ്ട്, ആരുടെ കാര്യം ഈ പറയുന്നതെന്ന് പറയാണ്. അന്നേരം ശിവൻ പറയുന്നുണ്ട്, അലീനയെ കൊണ്ടുവിട്ട സ്ഥലമില്ലേ അവിടെയാണെന്ന് പറയാണ്. അന്നേരം കമല പറയുന്നുണ്ട്, എന്തൊരു ബുദ്ധിമോശമാണ് അയാൾ കാണിക്കുന്നത് എന്നൊക്കെ പറയാം കേട്ടോ. അന്നേരം മനു പറയുന്നുണ്ട്, ആദ്യം എന്നെ വിധി എഴുതി അമ്മ, അയാൾ മണ്ടനാണെന്ന്, പിന്നെ എങ്ങനെ അമ്മയുടെ കാര്യത്തിൽ നമ്മൾ സംസാരിക്കുന്നൊക്കെ പറയാം കേട്ടോ. എന്നിട്ട് കമല ചോദിക്കുന്നുണ്ട്, അവൾക്ക് എന്തെങ്കിലും വല്ല ശമ്പളം എങ്ങാനും ഉണ്ടോ എന്ന് ചോദിക്കുകയാണ്. അന്നേരം മനു പറയുന്നുണ്ട്, ഉണ്ട് 40,000 ശമ്പളം എന്ന്. അപ്പം നേരം കമല പറയുന്നത്, 40,000 ഒരു വേലക്കാരിക്ക് 40,000 രൂപയെന്ന് ചോദിക്കുന്നുണ്ട്. അന്നേരം മനു പറയുന്നുണ്ട്, വേലക്കാരി ഒന്നുമല്ല സൂപ്പർവൈസർ എന്ന് പറയാണ്. അങ്ങനെ രണ്ടുപേരും ഓർക്കുക കേട്ടോ. എന്നിട്ട് പറയുന്നുണ്ട്, കമല നീ ഒന്ന് പോയേന്ന് പറഞ്ഞിട്ട് അങ്ങനെ റൂമിലേക്ക് പോകുക കേട്ടോ. എന്നിട്ട് ഗംഗേട്ടൻ പറയുന്നുണ്ട്, ഇനി വൈജയന്തിയും ഇവളും കൂടി സംസാരിച്ചാൽ ഭയങ്കര പ്രശ്നവും, ശിവ നീ ഒന്ന് പോയി സംസാരിക്കുന്നു പറഞ്ഞിട്ട് ശിവൻ റൂമിലോട്ട് പോവുക കേട്ടോ. എന്നിട്ട് മനു പറയുന്നുണ്ട്, ഞാൻ പോയി കിടക്കട്ടെ, നല്ല ക്ഷീണമുണ്ടെന്ന് പറയാണ്. അന്നേരം ഗംഗേട്ടൻ പറയുന്നുണ്ട്, മനു ബാലചന്ദ്രൻ ഇവിടെ വന്നിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കാൻ സാധ്യതയുണ്ടോ എന്ന്. അന്നേരം മനു പറയുന്നുണ്ട്, അങ്കിളായിട്ട് ഒരു പ്രശ്നത്തിനും വരില്ല, പക്ഷേ ആൻറ്റി പോയിട്ട് യുദ്ധത്തിൽ തുടങ്ങിയാൽ അങ്കിളും വിട്ടുകൊടുക്കത്തില്ല എന്ന് പറയാണ്. ഇനി നമ്മളെന്താ ചെയ്യുക, നമുക്ക് ഇനി ഒന്നും ചെയ്യാനില്ല, നമുക്ക് ചെയ്യേണ്ട പരമാവധി നമ്മൾ ചെയ്തില്ലേ അങ്കിളെ എന്നൊക്കെ പറയാം കേട്ടോ മനു. എന്നിട്ട് ഗംഗാടൻ പറയുന്നുണ്ട്, നിൻ്റെ ക്ഷീണം മനസ്സിനാണോ അതോ ശരീരത്തിനാണോ എന്ന് പറയാണ്. അത് രണ്ടും ഉണ്ട് വില്ലിച്ചാന്ന് പറയാണ്. അവൾ പോയതിൻ്റെ ഒരു വിഷമമുണ്ട് എന്ന് പറയാണ്. അന്നേരം ഗംഗാടൻ ചോദിക്കുന്നുണ്ട്, അവൾ വിളിച്ചൊന്നുമില്ലേ എന്ന് ചോദിക്കുകയാണ്. അന്നേരം മനു പറയുന്നുണ്ട്, അവിടെ ഒന്ന് സെറ്റിൽ ആവണ്ടേ, അതിന് കഴിഞ്ഞ് വിളിക്കുമായിരിക്കും എന്നുള്ള ഒരു പ്രതീക്ഷയിലാണെന്ന് പറയണം. അന്നേരം ഗംഗാടൻ പറയുന്നുണ്ട്, അവിടുത്തെ കാര്യങ്ങൾ അറിയാൻ ഒരു ക്യൂരിയോസിറ്റി ഉണ്ട് എന്നൊക്കെ പറയാം കേട്ടോ. എന്നിട്ട് പറയുന്നുണ്ട്, അവൾ നിനക്ക് എന്തെങ്കിലും ഹോപ്പ് തന്നിട്ടുണ്ടോ എന്ന്. അന്നേരം മനു പറയുന്നുണ്ട്, തന്നതിലധികം ഹോപ്പാണ്, അതിനേക്കാളും ഹോപ്പ് എനിക്കുണ്ട് എന്ന് പറയാണ്. അന്നേരം ഗംഗാടൻ പറയുന്നുണ്ട്, നമുക്ക് നോക്കാം എന്താണ് നടക്കുന്നതെന്ന്, വെയിറ്റ് ചെയ്യാം എന്നൊക്കെ പറയാം കേട്ടോ. പിന്നെ അലീന മനുവിനെ വിളിക്കുന്ന സീനാട്ടോ കാണിക്കുന്നത്. മനു പറയുന്നുണ്ട്, പറഞ്ഞു അലീന എന്ന് പറയാണ്. അന്നേരം അലീന പറയുന്നുണ്ട്, മനുവേട്ടനെ എവിടെയാണെന്ന് ചോദിക്കുകയാണ്. അന്നേരം മനു പറയുന്നുണ്ട്, ഞാൻ ഇത്ര നേരം കടപ്പായിട്ട് ഒരു വീട്ടിലായിരുന്നു, ഇപ്പോൾ കൊല്ലപ്പള്ളിക്ക് വന്നതെന്ന് പറയാണ്. അന്നേരം അലീന പറയുന്നുണ്ട്, മനുവിടെ അവിടെ ഉണ്ടായിരുന്നല്ലേ ആശ്വാസം എന്ന് പറയാണ്. അന്നേരം മനു പറയുന്നുണ്ട്, ഞാൻ അവിടെ ഉണ്ടായാലും നിനക്ക് എന്ത് ആശ്വാസം എന്ന് പറയാണ്. അന്നേരം അലീന പറയുന്നുണ്ട്, മനുവേട്ടൻ അവിടെ ഉണ്ടായാൽ പിള്ളേർക്കൊരു സമാധാനമായല്ലോ, ഞാൻ അവിടെ ഉള്ളതുപോലെയാണെന്ന് പറയാണ്. അന്നേരം മനു പറയുന്നുണ്ട്, താങ്ക് യു, നിൻ്റെ കയ്യിൽ നിന്ന് പ്രശംസാപത്രം കിട്ടിയിട്ട് കുറച്ച് നാളായി എന്നൊക്കെ പറയാം കേട്ടോ. എന്നിട്ട് പറയുന്നുണ്ട്, അതൊക്കെ ഇവിടെ നിൻ്റെ കാര്യങ്ങൾ പറയാമെന്ന് പറയാണ്. അതിനു മുമ്പേ എനിക്കൊരു കാര്യം അറിയാനുണ്ട്, മനോട് സത്യം പറയണേന്ന് പറയാണ്. എന്നിട്ട് ചോദിക്കുകയാണ്, മനുവേട്ടനെ അറിയുമോ ഞാൻ എവിടേക്കാണ് വന്നിട്ടുള്ളതെന്ന് പറയാണ്. അന്നേരം മനു പറയുന്നുണ്ട്, കുളത്തുപുഴ എന്നൊരു സ്ഥലത്തേക്കാണെന്ന് അറിയാം എന്ന് പറഞ്ഞു. അന്നേരം അലീന ചോദിക്കുന്നുണ്ട്, സ്റ്റാലിൻ ജോസഫ് എന്ന ആളുടെ വീട്ടിലേക്കാണെന്ന് അച്ഛൻ ആരോടും പറഞ്ഞിട്ടില്ല, മനുവേട്ടനോടും പറഞ്ഞിട്ടില്ലേ എന്ന് ചോദിക്കുകയാണ്. അന്നേരം മനു പറയുന്നുണ്ട്, എന്നോട് പറഞ്ഞിട്ടില്ല, പക്ഷെ ഞാനൊക്കെ ചോദിച്ച് മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു എന്ന് പറയാണ്.